ഹായ് എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പ്രൊഡക്റ്റ് ഐ ഡി, എന്താണ് SKU കോഡ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇ-കൊമേഴ്സിൽ ലിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു രണ്ട് വേർഡ്സ്, അതായത് പ്രൊഡക്റ്റ് ഐ ഡിയും SKUവും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് പാർട്സ് ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ കഴിയുന്നത്ര സിമ്പിളായിട്ട് ഞാൻ ഈ രണ്ട് കോൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമുക്കറിയാം, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മിക്ക പ്രൊഡക്ട്സിൻ്റെ ബാക്കിലും നമുക്കൊരു ബാർകോഡ് നമ്പർ കാണാനായിട്ട് പറ്റും. ഈ ഒരു ബാർകോഡ് നമ്പർ എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന നമ്പറാണ്. അപ്പോൾ ഇതേ സെയിം കോൺസെപ്റ്റ് വെച്ചിട്ടാണ് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവർ ജസ്റ്റ് ബാർകോഡ് ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവർ ബില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇതേ സെയിം കോൺസെപ്റ്റിലാണ് നമ്മൾ ഇ-കൊമേഴ്സിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കോഡ് യൂസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ബാർകോഡ് പല തരത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രൊഡക്റ്റും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോരോ നമ്പറായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യുണീക്കായിട്ടുള്ള ഐഡൻറ്റിഫൈയിങ് നമ്പറാണെന്നുള്ളത്. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യമല്ല, ഞാനിതൊരു അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് അസിൻ എന്നുള്ളത് നോക്കാം. അസിൻ എന്ന് പറയുന്നത് ആമസോൺ സ്റ്റാൻഡേർഡ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇതൊരു 10 ക്യാരക്ടറുള്ള ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈയിങ് നമ്പറാണ്. അതായത് ഒരു പ്രൊഡക്റ്റിനെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കാവുന്ന ആൽഫബറ്റ്സും നമ്പേഴ്സും അടങ്ങിയിട്ടുള്ള 10 ക്യാരക്ടറുള്ള ഒരു നമ്പറാണ്. ആമസോണിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസിൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്ന പ്രൊഡക്റ്റ് ഓൾറെഡി ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിംഗ് എടുത്ത് നോക്കുക. അതിനകത്ത് അസിൻ എന്നുള്ള ഭാഗത്ത് കാണുന്ന കോഡ് കോപ്പി ചെയ്തിട്ട് ആഡ് എ പ്രൊഡക്റ്റിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സെയിം പ്രൊഡക്റ്റ് നിങ്ങളുടെ പ്രൈസും കാര്യങ്ങളും വെച്ച് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്താണ് UPC എന്നുള്ളത് നോക്കാം. UPC എന്നത് യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇതൊരു 12 ഡിജിറ്റുള്ള ബാർകോഡ് നമ്പറാണ്. ഇത് റീറ്റെയിൽ പാക്കേജിംഗ് ആവശ്യത്തിനായിട്ട് US ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ്. UPC എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബാർകോഡ് നമ്പറാണ്. ഇനി നമുക്ക് എന്താണ് EAN എന്നുള്ളത് നോക്കാം. EAN എന്ന് പറയുന്നത് യൂറോപ്യൻ ആർട്ടിക്കിൾ നമ്പറിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇത് ഒരു 12 അല്ലെങ്കിൽ 13 ഡിജിറ്റുള്ള ബാർകോഡ് ഐഡൻറ്റിഫിക്കേഷൻ കോഡാണ്. ഇത് പ്രൊഡക്റ്റിൻ്റെ ലേബലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പാക്കേജിങ്ങിലോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന കോഡാണ്. EAN എന്ന് പറയുന്നത് നമുക്ക് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കാവുന്ന ഒരു നമ്പറാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് EAN ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EAN മേടിക്കാനായിട്ട് പറ്റും. GS1 UK എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ www.gs1uk.org എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് EAN പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നൊരു കൺഫ്യൂഷനാണ് UPCയും EANും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്പറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UPCക്ക് 12ഉം EANന് 12ഓ 13ഓ ഡിജിറ്റുള്ള നമ്പേഴ്സും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. രണ്ടിൻ്റെ ബാർകോഡ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തത്, അതായത് UPCയിൽ നമുക്ക് കാണാം 4 എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ട്. EANന് പക്ഷേ ഇത് സെപ്പറേറ്റ് അല്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ISBN എന്നത് നോക്കാം. ISBN എന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പറിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇത് യുണീക്കായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ബാർകോഡ് നമ്പറാണ്. അതായത് പ്രിൻ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ബുക്സിൻ്റെ ബാക്കിൽ നമുക്ക് ബാക്ക് കവറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ബാർകോഡിലാണ് ISBN കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ബുക്കിനും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോ ISBN നമ്പർ ഉണ്ടായിരിക്കും. ഇതൊരു 10ഓ 13ഓ ഡിജിറ്റ് ഉണ്ടാവും. പിന്നെ ബുക്കിൻ്റെ ബാക്ക് കവറിലായിരിക്കും പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ID എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഏതൊരു പ്രൊഡക്റ്റ് നമ്പറും ആവാം. നമുക്ക് അടുത്തതായിട്ട് എന്താണ് SKU എന്നുള്ളത് നോക്കാം. SKU എന്നുള്ളത് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ്. സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്നുള്ളത് മെയിനായിട്ട് റീറ്റെയിലേഴ്സ് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പ്രൊഡക്ട്സ് ഉള്ള ഒരു റീറ്റെയിലറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ ട്രാക്ക് ചെയ്യാനും അതിൻ്റെ മാനുഫാക്ചറിനെ കണ്ടുപിടിക്കാനും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഈസി കോഡാണ് SKU എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് നിങ്ങളൊരു SKU സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു SKU യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് എത്രയാണ് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ എത്രയാണ് സെയിൽസ് ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടായിട്ടുള്ളതെന്നും ട്രാക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പം നിങ്ങൾക്ക് സാധിക്കും. ഇനി ഈ ഒരു SKU ഇത് ആരാണ് തരുന്നത് അല്ലെങ്കിൽ ആരാണ് സെറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്ന കാര്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. SKU എന്ന് പറയുന്നത് പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നമ്പറാണ്. ഈ ഒരു SKU എന്ന് പറയുന്നതും ആൽഫബറ്റ്സും നമ്പേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങളൊരു റീറ്റെയിലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ SKU കോഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. സപ്പോസ് എനിക്ക് ഇ-കൊമേഴ്സ് വഴി വിൽക്കുന്ന ഒരു ക്ലോത്തിങ് സ്റ്റോറാണുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് SKU കോഡ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ഇൻഡിവിജ്വലായിട്ട് എൻ്റെ പ്രൊഡക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോ പ്രൊഡക്ട്സിനും യുണീക്കായിട്ടുള്ള SKU കോഡ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പോളോ ടീഷർട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് സൈസസും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിന് എനിക്കൊരു SKU കോഡ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ PO എന്നുള്ളത് പോളോ എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ PO എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഒരു ഹൈഫൺ ഉപയോഗിച്ചിട്ട് TS, അതായത് ടീഷർട്ടിനെ ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ TS എന്നുള്ള ഷോർട്ട് ഫോം യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 34 എന്നുള്ളത് നമ്മൾ ഷോൾഡർ സൈസിനെ സൂചിപ്പിക്കാനായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ BK എന്നുള്ളത് ബ്ലാക്കിൻ്റെ ഷോർട്ട് ഫോമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 32 BK എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഷോൾഡർ സൈസ് 32 ഉള്ള പ്രൊഡക്റ്റിനാണ് ഓർഡർ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ PO TS 34 BL എന്നാണെന്നുണ്ടെങ്കിൽ BL എന്നുള്ളത് എൻ്റെ ബ്ലൂവിനുള്ള ഷോർട്ട് ഫോം ആണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ SKU സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താണ് SKUയും UPCയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് നോക്കാം. SKU എന്ന് പറയുന്നത് ഓരോ റീറ്റെയിലറിനും യുണീക്കായിട്ടുള്ള നമ്പർ ആയിരിക്കും. പക്ഷേ UPC എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സ് ഉടനീളം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ SKU എന്ന് പറയുന്നത് ആൽഫ ന്യൂമറിക് ആയിരിക്കും. ആൽഫബറ്റ്സും നമ്പേഴ്സും ഉണ്ടാവും അതിനകത്ത്. UPCയിൽ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. SKU കൃത്യമായിട്ട് ഇത്ര കോഡ് എത്ര നമ്പർ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ UPC എന്ന് പറയുന്നത് 12 ഡിജിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്.